കേരള ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട കുറച്ച് PYQs അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട ഫാക്റ്റുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഈ ക്ലാസ്സിനകത്ത് കേരള ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് പൊതുവിൽ ചോദിച്ചിട്ടുള്ളതും നിങ്ങൾ കുറച്ച് ഫോക്കസ് നൽകേണ്ട കുറച്ച് ഏരിയകളും അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇന്നൊരു 20 ക്വസ്റ്റ്യൻ ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നാളെയും ഒരു 20 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യും. അതാണ് നമ്മുടെ ഒരു സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇതിനകത്ത് നമ്മൾ ക്വസ്റ്റ്യൻ കാണിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു തിങ്ക് ചെയ്ത് ആൻസറിലേക്ക് എത്താനെ കൊണ്ട് ഒരു 20 സെക്കൻഡ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് അതിലേക്ക് എത്താൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്തിച്ചേരുക. അതോടൊപ്പം തന്നെ നമ്മൾ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് നമുക്ക് ഒരു ധാരണ ഇല്ലാത്ത ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇട്ടിരിക്കുന്നതെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് എങ്ങനെ എലിമിനേറ്റ് ചെയ്യണം എന്ന രീതിയിലും കൂടെ നിങ്ങൾ ചിന്തിക്കുക. അപ്പം ആ രീതിയിലാണ് നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ബാക്കി കുട്ടികളൊക്കെ ജോയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: Who led the anti-colonial tribal revolt of 1812 in the jungle of വയനാട്? ഇതിനകത്തുനിന്ന് പെട്ടെന്ന് നിങ്ങൾ ആലോചിച്ചേ എന്താണ് ക്വസ്റ്റ്യൻ ആൻസർ. ഓക്കെ, അപ്പൊ നമ്മള് ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഒരു ആന്റി കൊളോണിയൽ ട്രൈബൽ റിവോൾട്ട് ആണ്. ഇതൊരു കീവേഡായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഒരു ട്രൈബൽ റിവോൾട്ട് ആണ്. അപ്പൊ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടും അറിയാവുന്ന ട്രൈബൽ റിവോൾട്ടുകൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഒന്ന് പഴശ്ശി കലാപങ്ങളാണ്. പ്രധാനപ്പെട്ട 2 പഴശ്ശി കലാപങ്ങളാണ് കേരളത്തിന്റെ ഹിസ്റ്ററി പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതിനുശേഷം പഠിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കലാപം എന്ന് പറയുന്നത് കുറിച്യ കലാപമാണ്. അങ്ങനെ 2 കലാപങ്ങളാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പം ഒന്ന് പഴശ്ശി കലാപം, ഓക്കെ, ഒന്ന് പഴശ്ശി റിവോൾട്ട്, രണ്ടാമത് കുറിച്യ കലാപമാണ്. അപ്പൊ ഇതിനകത്തുനിന്ന് നമ്മൾ പ്രധാനമായിട്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പം നമ്മൾ ഇതൊരു 3 ഓപ്ഷൻ ഉള്ളു കേട്ടോ. 2 ഓപ്ഷൻ റിപ്പീറ്റഡ് ആണ്. ഓക്കെ, തലക്കൽ ചന്തു, ഇടച്ചേന കുങ്കൻ, രാമൻ നമ്പി. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റിനകത്ത് നിങ്ങളെ അറിയാവുന്ന ഓപ്ഷനുകളെ നിങ്ങൾ എലിമിനേറ്റ് ചെയ്യുകയോ, അപ്പൊ ഡയറക്റ്റഡ് ആൻസർ അറിയാം. ഇപ്പൊ അതിന് ആൻസർ വരുന്നത് രാമൻ നമ്പിയാണ്. അപ്പം രാമൻ നമ്പി എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ 1812 നടന്ന കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് രാമൻ നമ്പി അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഓപ്ഷനിലേക്ക് എത്താം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പഴശ്ശി സിനിമ കണ്ടതാണ്. തലക്കൽ ചന്തു ആണെങ്കിലും ഇടച്ചേന കുങ്കനാണെങ്കിലും ഇവരെയൊക്കെ പഴശ്ശി കലാപവുമായി ബന്ധപ്പെട്ട ആളുകളാണെന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് ഈ 2 ഓപ്ഷൻസ് ക്യാൻസൽ ചെയ്യുകയും രാമൻ നമ്പി എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലേക്ക് എത്തിച്ചേരാൻ കഴിയുകയും ചെയ്യും. അപ്പൊ നമ്മൾ ഇതിനകത്ത് പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് നിങ്ങൾ 2 കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഒന്ന് പഴശ്ശി കലാപങ്ങളും, 2 ഈ പറയുന്ന രാമനമ്പിയെ പറ്റിയും അതോടൊപ്പം തന്നെ കുറിച്യ കലാപത്തെ പറ്റിയും മനസ്സിലാക്കി വെക്കുക. അപ്പൊ നമ്മൾ ആദ്യം അത് നമുക്ക് പഴശ്ശി കലാപത്തെ പറ്റി ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. പറഞ്ഞു പോയതിനു ശേഷം നമുക്ക് രാമനമ്പിയെ പറ്റിയും കുറിച്യ കലാപത്തെ പറ്റി നമ്മൾ നിങ്ങൾക്ക് തരുന്ന പ്രൊവൈഡ് ചെയ്യുന്ന ഫയലിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ പഴശ്ശി കലാപത്തെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം കേരള സിംഹം എന്നറിയപ്പെടുന്ന പഴശ്ശി രാജാവ്, അല്ലെങ്കിൽ കേരള സിംഹം എന്നാണ് അദ്ദേഹത്തെ, ആരാണ് പഴശ്ശിയെ കേരള സിംഹം എന്ന് വിളിക്കുന്നത്? സർദാർ KM പണിക്കറാണ്. അദ്ദേഹത്തിന്റെ ഒരു നോവലുണ്ട്, കേരള സിംഹ പഴശ്ശിരാജ എന്ന് പറയുന്ന ഒരു നോവലുണ്ട്. ഇദ്ദേഹത്തെ മറ്റു പല പേരുകളിൽ നമ്മൾ വിളിക്കാറുണ്ട്. പുരളി ശമ്മനെന്നും അങ്ങനെയൊക്കെ നമ്മൾ പല പേരുകളിൽ വിളിക്കാറുണ്ട്. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട് 2 പഴശ്ശി കലാപങ്ങളാണ് പ്രധാനമായിട്ടും നടന്നത്. ഒന്നാമത്തെ പഴശ്ശി കലാപം 1793 മുതൽ 97 വരെയുള്ള ഒന്നാം പഴശ്ശി കലാപവും, അതിനുശേഷം 1800 മുതൽ 1805 വരെയുള്ള 2ാം പഴശ്ശി കലാപവും. അങ്ങനെ 2 ടൈമില് പഴശ്ശി കലാപങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. നിലവിലത്തെ ക്വസ്റ്റ്യന്റെ പാറ്റേൺ അനുസരിച്ച് എന്തായിരുന്നു പഴശ്ശി കലാപം? പഴശ്ശി കലാപം ഒരു സ്വാതന്ത്ര്യ സമരമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാതന്ത്ര്യ സമരമായിട്ട് നമ്മൾ പഴശ്ശി കലാപങ്ങളെ കാണുന്നില്ല. ഇത് പ്രത്യേകിച്ചും ഈ കോട്ടയം പ്രദേശത്തെ നികുതി പിരിവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അധികാരം പഴശ്ശിരാജാവിന് നൽകാത്തതുമായി ബന്ധപ്പെട്ടുള്ള കലാപങ്ങളെയാണ് നമ്മൾ പഴശ്ശി കലാപങ്ങൾ എന്ന് വിളിക്കുന്നത്. അദ്ദേഹത്തിന്റെ പേര് കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജ എന്നാണ്. അദ്ദേഹത്തെ കേരള സിംഹം എന്ന് വിളിക്കുന്നത് സർദാർ KM പണിക്കറാണ്. സർദാർ KM പണിക്കറിന്റെ കേരള സിംഹം എന്ന് പറയുന്ന നോവലുണ്ട്. അപ്പം അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഒരു പുരളിമല എന്ന് പറയുന്ന ആ മലയുടെ പേര് എഴുതി വെക്കുക. ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇത് വയനാടെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ വയനാട്ടിൽ തന്നെയാണ് ഈ പറയുന്ന പുരളിമലയും വരുന്നത്, വയനാടെന്നും ചോദിക്കാം. ഓക്കെ, അപ്പം അത് മനസ്സിലാക്കിയിരിക്കുക. അപ്പം ഒന്നാം പഴശ്ശി കലാപം നടന്ന വർഷം, 2ാം പഴശ്ശി കലാപം നടന്ന വർഷം, ഇത് രണ്ടും ഓർത്തിരിക്കുക. ഓക്കെ, ഇനി പഴശ്ശി കലാപത്തിനകത്ത് നിന്ന പ്രധാനപ്പെട്ട നേതാക്കന്മാര്, അതോടൊപ്പം തന്നെ
പഴശ്ശി കലാപത്തിനകത്ത് ഏത് ആദിവാസി വിഭാഗമാണ് ഇവർക്കൊപ്പം നിന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് കുറിച്യർ എന്ന് പറയുന്ന, നമുക്ക് ശേഷം പഠിക്കാൻ വരുന്ന കുറിച്യർ തന്നെയാണ് ആർക്കൊപ്പം നിന്നത്. പഴശ്ശി കലാപത്തിൽ പഴശ്ശിക്കൊപ്പം നിന്നതും കുറിച്യർ തന്നെയാണ്. അദ്ദേഹത്തിന്റെ സർവ്വസൈന്യാധിപൻ ആരായിരുന്നു? അത് കൈതേരി അമ്പു ആണ്. നമ്മളെ സിനിമ കണ്ടവർക്കറിയാം. അദ്ദേഹം സ്വീകരിക്കുന്ന കുറച്ച് യുദ്ധമുറകളുണ്ട്. നമ്മൾ ഗറില്ല വാർഫെയർ എന്നൊക്കെ പറയുന്ന ഗറില്ല യുദ്ധം, ഒളിപ്പോരൊക്കെയാണ് പഴശ്ശിയുമായി ബന്ധപ്പെട്ടുള്ള യുദ്ധങ്ങൾക്കകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. പിന്നെ അദ്ദേഹത്തിന്റെ ഈ തലയ്ക്കൽ ചന്തു, എടച്ചേന കുങ്കൻ, ചെമ്പൻ പോക്കർ, പിന്നെ അങ്ങനെ കുറച്ച് അധികം ആളുകൾ, അത്തൻ ഗുരുക്കൾ, PSC ചോദിച്ചിട്ടുണ്ട്. അത്തൻ ഗുരുക്കൾ, ഇങ്ങനെയൊക്കെ പേരുകൾ ആരുമായി ബന്ധപ്പെട്ടിട്ടാണ്? അത് പഴശ്ശി കലാപവുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഓക്കെ. പിന്നെ ഈ പറയുന്ന പഴശ്ശിയുമായി ബന്ധപ്പെട്ട് PSC കൂടെ കൂടെ ചോദിക്കുന്ന സാധനങ്ങൾ, പഴശ്ശി സ്മാരകം, പഴശ്ശി ഡാം, പഴശ്ശി മ്യൂസിയം, അങ്ങനെയുള്ളതൊക്കെ പഠിച്ചു വെക്കുക. പഴശ്ശി സ്മാരകം ഉള്ളത് മാനന്തവാടിയിലാണ്, പഴശ്ശി ഡാം ഉള്ളത് കണ്ണൂരാണ്, പഴശ്ശി മ്യൂസിയം ഉള്ളത് കോഴിക്കോടാണ്. അപ്പൊ നമ്മൾ അങ്ങനെ പഴശ്ശി കലാപത്തിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. നമുക്ക് വേണ്ടത് രാമനമ്പിയാണ്. രാമനമ്പി എന്ന് പറയുന്നത് കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ടിട്ട് 1812 കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ടിട്ട ആളാണ് രാമനമ്പി എന്ന് പറയുന്നത്. അതായത് ദക്ഷിണേന്ത്യയിൽ നടന്ന ഒരു ഗിരിവർഗ കലാപം ഏതാണെന്ന് PSC ചോദിച്ചിട്ടുണ്ട്. അപ്പം ദക്ഷിണേന്ത്യയിൽ നടന്ന ഏക ഗിരിവർഗ കലാപമാണ് എന്തെന്ന് പറയുന്നത്? കുറിച്യ കലാപം എന്ന് പറയുന്നത്. അതിനെ നയിച്ച നേതാവിന്റെ പേരാണ് ആര്? അത് രാമനമ്പി. അദ്ദേഹം ഒരു കുറുമ ട്രൈബൽ ഫാമിലിയിൽ പെടുന്ന ആളാണ് എന്നോട് മനസ്സിലാക്കിയിരിക്കുക. ഇനി എന്തായിരുന്നു കുറിച്യ കലാപത്തിന് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് ഈ ബ്രിട്ടീഷുകാർ, എല്ലാ ട്രൈബൽ റിവോൾട്ടിന്റെയും കാരണം, ഇപ്പൊ ഇന്ത്യയിലെ ട്രൈബൽ റിവോൾട്ട് എന്ന് പറയുന്നത് കുറെ ട്രൈബൽ റിവോൾട്ട് ഉണ്ട്. ഇപ്പൊ സന്താൽ കലാപം, ബർസാ മുണ്ട എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ബിൽ കലാപം, ഗോൾഡ് കലാപം, അങ്ങനെ കുറെ കലാപങ്ങൾ ഇന്ത്യയിൽ നടന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ ട്രൈബൽ റിവോൾട്ടിന്റെ ഒക്കെ കാരണം പൊതുവിൽ ഒരു കാരണം തന്നെയാണ്. അതിന്റെ കാരണം എന്ന് പറയുന്നത്, ബ്രിട്ടീഷുകാര് ഈ ട്രൈബ്സിന് അധികമായിട്ട് ടാക്സ് ചുമത്തുന്നു അല്ലെങ്കിൽ നികുതി ചുമത്തുന്നതാണ് എല്ലാ ട്രൈബൽ കലാപങ്ങൾക്കും കാരണമായിട്ട് മാറാറുള്ളത്. അത് മനസ്സിലാക്കിയിരിക്കുക. കുറിച്യ കലാപത്തിന്റെ 1812 കേരളത്തിൽ നടന്ന കുറിച്യ കലാപത്തിന് കാരണവും ബ്രിട്ടീഷുകാര് അധികമായിട്ട് നികുതി ചുമത്തുകയും നികുതി പണമായിട്ട് തന്നെ കൊടുക്കണമെന്ന് ഈ ട്രൈബ്സിനോട് പറയുകയും ചെയ്തതാണ് ഈ ട്രൈബൽ കലാപങ്ങളുടെയൊക്കെ പൊതുവിലുള്ള കാരണമെന്ന് പഠിച്ചു വെക്കുക. ഓക്കെ. അതുമായി ബന്ധപ്പെട്ടിട്ട് കുറിച്യ കലാപത്തിന്റെ മുദ്രാവാക്യം ചോദിച്ചിട്ടുണ്ട്. നമ്മൾ കാരണങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹെവി ടാക്സേഷൻ, അത് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ കാരണം നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. കാരണമല്ല, ഒരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു കുറിച്യർ കലാപവുമായി ബന്ധപ്പെട്ടിട്ട്. അത് വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക, അങ്ങനെ ഒരു മുദ്രാവാക്യത്തോടു കൂടിയാണ് ഈ കുറിച്യ കലാപം കേരളത്തിൽ നടന്നത്. ഓക്കെ. അപ്പം ആ ഒരു മുദ്രാവാക്യം പഠിച്ചു വെക്കുക. വട്ടത്തൊപ്പിക്കാരെ കേരളത്തിൽ നിന്നും പുറത്താക്കുക. അവസാനിച്ച ഡേറ്റ് കൂടി ഒന്ന് നോട്ട് ചെയ്യണേ. മെയ് മാസം 8-ാം തീയതിയാണ്. 1812 മെയ് മാസം 8-ാം തീയതിയാണ് ഈ കുറിച്യ കലാപം ബ്രിട്ടീഷുകാര് അടിച്ചമർത്തുന്നത്. അതുമായി ബന്ധപ്പെട്ടിട്ട് ഈ പറയുന്ന രാമനമ്പി അടക്കമുള്ളവരെ വധിക്കപ്പെടുകയാണ്. ഈ ഒരു ചെറിയ വാറ പോലെ നടന്നിട്ട് അവരെയൊക്കെ വധിക്കപ്പെടുന്നു. പിന്നെ ഒരു പ്രമുഖ നേതാവുണ്ട്, കേളു എന്ന് പറയുന്ന ഒരു നേതാവുണ്ട്, അദ്ദേഹത്തെ തൂക്കിക്കൊല്ലുന്നു. അങ്ങനെ പിന്നെ രാമനമ്പിയോടൊപ്പം അന്ന് കൊല്ലപ്പെടുന്ന കുറച്ച് നേതാക്കന്മാരുണ്ട് കേട്ടോ. പ്ലാക്കച്ചന്തു, ഐരം വീട്ടിൽ കോന്തപ്പൻ എന്നൊക്കെ പറയുന്ന കുറച്ച് നേതാക്കന്മാരാണ്. അപ്പൊ നമുക്ക് രണ്ട് ട്രൈബൽ കലാപങ്ങൾ നമ്മൾ പഠിക്കുന്നുള്ളൂ. ഒന്ന് പഴശ്ശി റിവോൾട്ടും ഒന്ന് കുറിച്യർ കലാപമാണ്. അപ്പൊ ഈ പേരുകൾ കേട്ടാൽ നമുക്ക് കിട്ടണം. പ്ലാക്കച്ചന്തു, ആയിരം വീട്ടിൽ കോന്തപ്പൻ, രാമനമ്പി, അതോടൊപ്പം തന്നെ വെൺകലോൻ, കേളു എന്നൊക്കെ പറയുന്ന ആളുകളൊക്കെയാണ് കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ട ആളുകള്. ഓക്കെ. ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പം മാർച്ച് 25 തുടങ്ങി മെയ് 8 അവസാനിപ്പിക്കുക. ഒരു കൊന്നൊടുക്കുമായിരുന്നു, എല്ലാവരും അവസാനിപ്പിക്കുകയായിരുന്നു കേട്ടോ. ഓക്കെ. ഇതുമായി ബന്ധപ്പെട്ടിട്ട് കുറെ അക്രമങ്ങള് വയനാട് കേന്ദ്രീകരിച്ച് നടന്നിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു ഗറില്ല വാർഫെയർ തന്നെ ഈ യുദ്ധത്തിനകത്തും അല്ലെങ്കിൽ ഈ വാറിനകത്തും ഈ റെബലിനകത്തും നമുക്ക് ഉപയോഗിക്കുന്നതായിട്ട് കാണാം. സുൽത്താൻ ബത്തേരി, മാനന്തവാടി തുടങ്ങിയ ഇന്നത്തെ മിലിറ്ററി പോസ്റ്റുകളിലൊക്കെ അറ്റാക്ക് നടന്ന സ്ഥലവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ടിട്ട് പ്രധാനമായിട്ട് നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങളെങ്കിലും മിനിമം അണ്ടർസ്റ്റാൻഡിങ് കുറിച്യ കലാപത്തെ പറ്റി ഉണ്ടായിരിക്കണം. ഓക്കെ. ഇതുമായി ബന്ധപ്പെട്ട് ഒരു ബ്രിട്ടീഷുകാരന്റെ പേരോട് പഠിച്ചു വെക്കുക. തോമസ് വാർഡൻ. തോമസ് വാർഡൻ എന്ന് പറയുന്ന ആളാണ് ഈ ആ സമയത്ത് കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ പറയുന്നത് ബ്രിട്ടീഷുകാർ കൂടുതൽ ടാക്സ് ചുമത്തി ആ നികുതി ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്റെ പേരാണ് തോമസ് വാർഡൻ. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്
നമുക്ക് കുറിച്യ കലാപമായിട്ടും രാമനമ്പിയുമായിട്ടും വയനാട് പഴശ്ശി കലാപമായിട്ടും ബന്ധപ്പെട്ട് നോക്കാനുള്ളത്. ഓക്കെ ആണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. ആൻസർ കിട്ടിയില്ല എല്ലാവർക്കും? നമ്മള് പറഞ്ഞോ. അതെ, അയ്യങ്കാളിയാണ് ഉത്തരം. അപ്പം അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട, അപ്പൊ എല്ലാവർക്കും കിട്ടണം അതിന് ഉത്തരം കേട്ടോ, അതായത് കല്ലുമാല സമരം. അപ്പം അയ്യങ്കാളിയെ പറ്റി ഓർക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് രണ്ട് കാര്യങ്ങൾ ആദ്യം വരേണ്ടത്. ആ രണ്ട് കാര്യങ്ങൾ, കുറെ കാര്യങ്ങളുണ്ട് അയ്യങ്കാളിയെ പറ്റി. ഇപ്പം 2-3 ദിവസങ്ങൾക്ക് മുമ്പ് അല്ലെ ഒരാഴ്ചക്ക് മുമ്പാണ് അയ്യങ്കാളിയുടെ ഈ ചരമദിനമൊക്കെ കടന്നു പോകുന്ന സമയത്ത് കുറെ കാര്യങ്ങളൊക്കെ, വേടൻ എന്ന് പറയുന്ന ഒരു റാപ്പ് സിംഗർ, അദ്ദേഹത്തിന്റെ കുറെ പ്രസംഗങ്ങളൊക്കെ ഭയങ്കര വൈറലായിരുന്നു. അപ്പൊ നമുക്ക് അയ്യങ്കാളിയെ പറ്റി ഇനി വരാൻ പോകുന്ന പരീക്ഷകൾക്ക് നന്നായി ചോദ്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. ഈ പറയുന്ന PSC പരീക്ഷയിൽ മാത്രമല്ല SSC പരീക്ഷകൾക്ക് പോലും അയ്യങ്കാളിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ പഠിച്ചു വെക്കുക. അയ്യങ്കാളിയെ പറ്റി ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് 1-2 കാര്യങ്ങൾ ഇങ്ങനെ ഒരു ഓർഡറിൽ വരണം. നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ് പഞ്ചമിയുമായി ബന്ധപ്പെട്ട ഊരൂട്ടമ്പലം വിദ്യാഭ്യാസം, അതോടൊപ്പം തന്നെ വില്ലുവണ്ടി സമരം, പിന്നെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സമരമാണ് കല്ലുമാല സമരം. ഈ 3 കാര്യങ്ങളും മിനിമം അണ്ടർസ്റ്റാൻഡിങ് വെച്ചേക്കുക അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ടിട്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഊരൂട്ടമ്പലം അല്ലെങ്കിൽ വേങ്ങാനൂർ സമരം, ആദ്യമായി ഒരു കർഷക സമരം ആരംഭിക്കുന്നത് വേങ്ങാനൂരാണ്. അദ്ദേഹം ജനിക്കുന്നത് വേങ്ങാനൂരാണ്. അപ്പം അത് ആലോചിച്ച് വെക്കുക. അതോടൊപ്പം തന്നെ വില്ലുവണ്ടി സമരം വേങ്ങാനൂർ മുതൽ കവടിയാർ വരെ. ഓക്കെ, നമുക്ക് തിരുവനന്തപുരത്തൊക്കെ ഉള്ളവർക്കറിയാം. നമുക്ക് ഈ വെള്ളയമ്പലത്ത് പോകുമ്പം വെള്ളയമ്പലം ജംഗ്ഷനകത്ത് വെള്ളയമ്പലത്തിൽ നിന്നും കവടിയാർ കൊട്ടാരത്തിന് അങ്ങോട്ടേക്ക് ഫേസ് ചെയ്ത് അയ്യങ്കാളുടെ പ്രതിമ ഇരിപ്പുണ്ട്. അത് എന്തിനു വേണ്ടിയാണ് സ്ഥാപിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് വേങ്ങാനൂർ മുതൽ വെള്ളയമ്പലം വരെ അല്ലെങ്കിൽ കവടിയാർ വരെ ഈ യാത്ര സംഘടിപ്പിച്ചത്, വില്ലുവണ്ടി യാത്ര സംഘടിപ്പിച്ചതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ വെള്ളയമ്പലം ജംഗ്ഷനകത്ത് ഈ പ്രതിമ സ്ഥാപിച്ചേക്കുന്നത്. അതും രാജകൊട്ടാരത്തിലേക്ക് ഫേസ് ചെയ്ത്. ഓക്കെ, അപ്പം പിന്നെ മൂന്നാമത് പുള്ളിയെ പറ്റി പഠിക്കേണ്ട സാധനമാണ് കല്ലുമാല സമരം. ഓക്കെ, കല്ലുമാല സമരം നടന്നത് ഏത് സ്ഥലമാണെന്നറിയോ കല്ലുമാല സമരം? അല്ലെങ്കിൽ കല്ലുമാല സമരത്തെ നമ്മൾ പെരിനാട് കലാപം എന്ന് വിളിക്കാറുണ്ട്. പെരിനാട് എന്ന് പറയുന്നത് കൊല്ലം ജില്ലയിലെ ഒരു സ്ഥലമാണ്, കൊല്ലം ജില്ലയിലെ. ഓക്കെ, ഇനി അയ്യങ്കാളിയെ പറ്റി നമുക്ക് കുറച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നോക്കണം. അതേപോലെ കല്ലുമാല സമരത്തെ പറ്റി നോക്കണം. അപ്പം കല്ലുമാല സമരം എന്ന് പറയുന്നത് ഒരു സോഷ്യൽ മൂവ്മെന്റ് ആയിരുന്നു. നമ്മൾ ജസ്റ്റ് ഒരു കഥ പോലെ അത് പറഞ്ഞുതരാം. ആ കഥ എന്ന് പറയുന്നത് ഈ പെരിനാട് അല്ലെങ്കിൽ കേരളത്തിലെ മുഴുവൻ ഒരു പരിച്ഛേദമാണ് ഈ കല്ലുമാല സമരം എന്ന് പറയുന്നത്. നമുക്കറിയാം, മേൽമുണ്ട് ധരിക്കാനെ കൊണ്ട് അന്നത്തെ സ്ത്രീകൾക്ക് അവകാശമില്ലായിരുന്നു. അപ്പം അതിന്റെ പേരിൽ ചാന്നാർ ലഹളയൊക്കെ പിന്നെ 1859 സമയത്തൊക്കെ ചാന്നാർ ലഹള വരുന്നുണ്ട്. അപ്പം ആ സമയത്ത് തന്നെ ഈ പെരിനാട് എന്ന് പറയുന്ന സ്ഥലത്ത്, കൊല്ലം ജില്ലയിലെ പെരിനാട് എന്ന് പറയുന്ന സ്ഥലത്ത് അന്ന് അവിടുത്തെ താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകള് അവര് മറച്ചിരുന്നത് അവർക്ക് കല്ലുകൊണ്ടുണ്ടാക്കിയ നെക്ലസും അതേപോലെ പൊട്ടിയ ചില്ലുകൊണ്ടുണ്ടാക്കിയ നെക്ലസും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് അവർ മറയ്ക്കാനെ കൊണ്ട് എന്നിട്ട് അവിടുത്തെ സവർണ വിഭാഗം അവരോട് പറഞ്ഞിരുന്നത്. ഓക്കെ, അപ്പൊ അതിനെയാണ് നമ്മൾ കല്ലുമാല എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ കല്ലുമാല എന്ന് പറയുന്നത് പൊട്ടിയ ചില്ലുകൾ ഉപയോഗിച്ചിട്ടുള്ള മാലകളുമാണ് ഇവർ ധരിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അതിനെതിരെ അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ അവിടെ ആദ്യം കുറച്ച് സ്ത്രീകൾ കൂടി, അതിനുശേഷം അതിന് അയ്യങ്കാളി നേതൃത്വം കൊടുക്കുകയും ചെയ്തു. അങ്ങനെ അയ്യങ്കാളി നേതൃത്വം കൊടുക്കുന്ന ഈ ചാന്നാർ ലഹളയ്ക്ക് ശേഷം വരുന്ന ഒരു സമരമാണ് ഈ പറയുന്ന പെരുന്നാട് കലാപം അല്ലെങ്കിൽ കല്ലുമാല സമരം എന്ന് പറയുന്ന ഒരു സമരം. അത് നടക്കുന്നത് 1815 1815 നമുക്ക് ചാന്നാർ ലഹള ഒക്കെ നടക്കുന്നത് 1859 ആ സമയത്തൊക്കെയാണ് ചാന്നാർ ലഹള നടക്കുന്നത്. പക്ഷെ ഇത് നടക്കുന്നത് ഒരുപാട് ശേഷമാണ്, 1815. ഏകദേശം 100-125 വർഷം ആവുന്നേ ഉള്ളൂ. ഓക്കെ, ഇതിനകത്ത് നോക്കേണ്ടത് അയ്യങ്കാളി സ്ഥാപിക്കുന്ന സംഘടനയുടെ പേരെന്താ? ആ സംഘടനയുടെ പേര് ഉറപ്പായിട്ടും പഠിച്ചു നോക്കണം കേട്ടോ. അയ്യങ്കാളിയുടെ സംഘടന ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും നമുക്ക് പറയാൻ പറ്റണം. അത് സാധുജന പരിപാലന അതെ, സാധുജന പരിപാലന സംഘമാണ് അയ്യങ്കാളി സ്ഥാപിക്കുന്നത്. ആ സംഘത്തിന്റെ പത്രത്തിന്റെ പേരെന്തായിരുന്നു? പത്രത്തിന്റെ പേര് എളുപ്പമാണ്, സാധുജന പരിപാലിനി. അതെ, സാധുജന പരിപാലിനി എന്നാണ് പത്രത്തിന്റെ പേര്. ഓക്കെ, അപ്പൊ അത് രണ്ടും പഠിച്ചു നോക്കുക. സാധുജന പരിപാലന സംഘമാണ് അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട സംഘടന. അദ്ദേഹത്തിന്റെ പത്രത്തിന്റെ പേരാണ് സാധുജന പരിപാലിനി. അപ്പം അവരുടെ നേതൃത്വത്തിൽ നടന്ന ഒരു കലാപമായിട്ടാണ് നമ്മൾ പെരുന്നാട് കലാപത്തെ കാണുന്നത്. പെരുന്നാട് കലാപം കേരള ചരിത്രത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കല്ലുമാല സമരം എന്ന പേരിൽ അറിയപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ്. അത് ഈ പറയുന്ന കല്ലുമാല ധരിക്കുന്നതിനെതിരെ, അത് കല്ലുമാല പൊട്ടിച്ചെറിഞ്ഞുകൊണ്ടുള്ള സമരമായിട്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത്. ഓക്കെ, അതൊരു ദളിത് കലാപം തന്നെയാണ് കേട്ടോ. ഒരു ദളിത് സമരങ്ങളുടെ ചരിത്രത്തിൽ വരുന്ന ഒരു സമരം കൂടിയാണ് ഇത്. ഓക്കെ, നമ്മളിതിനകത്ത്
കുറെ ബുക്കുകളുടെ പേര് കൊടുത്തിട്ടുണ്ട്. ഈ ബുക്കുകളൊക്കെ നമുക്ക് ഇനി വരുന്ന ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇത് ഓപ്ഷൻ ഈ പറയുന്ന ബാക്കി ഓപ്ഷനുകളെ പറ്റി സംബന്ധിക്കുക നമുക്കറിയാം. ശ്രീനാരായണ ഗുരുവിനെ പറ്റി നമുക്കറിയാം അല്ലേ? ശ്രീനാരായണ ഗുരുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഘടനയുടെ പേരെന്താ? എന്താ സംഘടനയുടെ പേര്? SNDP. ഓക്കെ, SNDP അറിയാലോ. SNDPയുടെ ഫുൾ ഫോം ഒക്കെ അറിയാലോ. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. ഓക്കെ, യോഗമാണ്. ഓക്കെ, ഇനി അയ്യങ്കാളി പൊയ്കയിലപ്പച്ചൻ. പൊയ്കയിലപ്പച്ചനെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പൊയ്കയിലപ്പച്ചൻ. പൊയ്കയിലപ്പച്ചന്റെ സംഘടനയുടെ പേര് അറിയാമോ? അത് PRDS. PRDS എന്നാണ്, പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. ഇത് 1909 വരുന്ന സംഘടനയാണ്. 1909. SNDP വരുന്ന വർഷം ഏതാണ്? 1903. 1903 SNDP വരുന്നത്. അയ്യങ്കാളിയുടെ സംഘടനയോ? പേര് പറഞ്ഞു, വർഷം 1907. അപ്പൊ ഈ വർഷം ഈ ഏറ്റവും പ്രധാനപ്പെട്ട സാധനങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്ന ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി, പൊയ്കയിലപ്പച്ചൻ. ഈ ചട്ടമ്പിസാമികളുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ PSCക്ക് ചോദിക്കുന്നത് അദ്ദേഹത്തിന്റെ ബുക്കുകളെ പറ്റിയാണ്. കാരണം അദ്ദേഹം കുറെ ബുക്കുകൾ എഴുതിയിട്ടുണ്ട്. നമ്മൾ ബുക്കുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പഠിക്കാൻ പറ്റുന്ന ബുക്കുകൾ പഠില്ല. അതിൽ ഏറ്റവും പ്രധാനമായിട്ടും പഠിച്ചിരിക്കേണ്ട ബുക്ക് ഈ അതിവിശിഷ്ട ചിന്താ പദ്ധതി, അങ്ങനെ ഒരു ബുക്ക്. പിന്നെ അതേപോലെ തന്നെ വേദാധികാര നിരൂപണം. നമ്മൾ താഴേക്ക് വരുമ്പോൾ മറ്റൊരു ക്വസ്റ്റ്യൻ അത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ഇപ്പം അത്രയ്ക്ക് നോക്കുന്നില്ല. നമ്മൾ താഴെ ക്വസ്റ്റ്യൻ നോക്കാം. പിന്നുള്ളതാണ് പൊയ്കയിൽ യോഹന്നാനാണ്. പൊയ്കയിൽ യോഹന്നാനുമായി ബന്ധപ്പെട്ടിട്ട് ഇദ്ദേഹം പത്തനംതിട്ട ജില്ലയിലെ ഇരവിപേരൂർ, തിരുവല്ലയ്ക്ക് അടുത്തൊരു സ്ഥലമാണ് ഇരവിപേരൂർ. ഇരവിപേരൂർ കേന്ദ്രീകരിച്ച് PRDS എന്ന് പറയുന്ന ഒരു എന്താണ് ഇതൊരു, സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഒരു ജാതി സംഘടനകളിൽ നിന്നും കേരളത്തെ രക്ഷിക്കുക അല്ലെങ്കിൽ നവോത്ഥാനം ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു റിനൈൻസൻസ് ലക്ഷ്യം വെച്ചുള്ള സംഘടനകളാണ്. അപ്പൊ ഇന്ന് അതൊക്കെ ഒരു ജാതി സംഘടനകളായി മാറിയിട്ടുണ്ടെങ്കിലും ഇതൊക്കെ ജാതിയിൽ നിന്നും മനുഷ്യനെ രക്ഷിക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി കൊണ്ടുപോകുന്ന സംഘടനയാണ്. അപ്പം PRDSന്റെ ആസ്ഥാനം PSC ചോദിക്കാറുണ്ട്. PRDSന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് അത് തിരുവല്ല, പത്തനംതിട്ടയിലെ ഇരവിപേരൂർ എന്ന സ്ഥലത്താണ്, തിരുവല്ലയ്ക്ക് അടുത്താണ്. ഓക്കെ, പൊയ്കയിൽ യോഹന്നാൻ അല്ലെങ്കിൽ പൊയ്കയിൽ അപ്പച്ചൻ എന്ന് അദ്ദേഹത്തെ വിളിക്കാറുണ്ട്. അപ്പം അതൊരു സോഷ്യൽ റിഫോമർ ആണ്. ബൈബിൾ കമന്ററീസ്, അതുമായി ബന്ധപ്പെട്ട സോങ്സും കാര്യങ്ങളൊക്കെ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. PRDS ആണ് അദ്ദേഹത്തിന്റെ സംഘടനയുടെ പേര്. PRDS വരുന്ന വർഷം 1909 പഠിച്ചു വെക്കുക. ഓക്കെ, തിരുവല്ല താലൂക്കിലെ ഇരവിപേരൂർ എന്ന സ്ഥലത്താണ്. ഇത്രയാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട്. അപ്പം നമുക്കൊരു ക്വസ്റ്റ്യനിലൂടെ ഇരുന്ന് നമുക്ക് കൂടുതൽ പറയാൻ കഴിയില്ല. ഇവരെയൊക്കെ നമുക്ക് പഠിക്കാതെ ഒരു PSC എക്സാം എഴുതാൻ പോകാനെ കൊണ്ട് ബുദ്ധിമുട്ട്. പ്രത്യേകിച്ച് ശ്രീനാരായണ ഗുരുവിനെ, അയ്യങ്കാളിയും പഠിക്കാതെ നമുക്കൊരു PSC എക്സാം എഴുതാൻ പോകാൻ കഴിയില്ല. ഓക്കെ, അപ്പൊ ശ്രീനാരായണ ഗുരുവിനെ പറ്റി, അയ്യങ്കാളിയെ പറ്റിയും ഡീപ്പായിട്ട് പഠിക്കുക. പൊയ്കയിലപ്പച്ചനെ പറ്റിയും പ്രത്യേകിച്ച് ചട്ടമ്പിസാമികളെ പറ്റി പഠിക്കും. അദ്ദേഹത്തിന്റെ ബുക്കുകൾ ഏതൊക്കെയാണെന്ന് കുറെ ബുക്കുകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതൊക്കെ ഇമ്പോർട്ടൻസ് ഉള്ള ബുക്കുകളാണ്. അതുകൊണ്ട് ആ ബുക്കുകൾ മാക്സിമം നോക്കാൻ ശ്രമിക്കുക. ഓക്കെ, ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ഇതൊരു ഫാക്ച്വൽ ക്വസ്റ്റ്യൻ ആണ്. ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ ആർക്കെങ്കിലും? ലോജിക്കും കാര്യം. ഓപ്ഷൻ ബിയോ? ബി ആണോ പറഞ്ഞേ? ഓക്കെ, വേറെ അഭിപ്രായം വല്ലതും ഉണ്ടോ? സി അല്ലാതെ അഭിപ്രായം വല്ലതും ഉണ്ടോ? സി അല്ലാതെ അഭിപ്രായമുള്ള ആരുമില്ല അല്ലേ? ഓക്കെ, പോട്ടെ, നമുക്ക് സി തന്നെയാണ് ഉത്തരം. 1991 അത് കേരളത്തെ സംബന്ധിച്ച് നമുക്ക് പഠിച്ചു വെക്കേണ്ട ഒരു ഫാക്റ്റ് ആണ്. ഏത് വർഷമാണ് കേരളം ഫുള്ളി ലിറ്ററേറ്റ് സ്റ്റേറ്റ് ആയിട്ട് പ്രഖ്യാപിച്ചതെന്ന് നമ്മൾ പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പം അത് ഏപ്രിൽ 18, 1991, 1991 കേരളം ഫുള്ളി ലിറ്ററേറ്റ് സ്റ്റേറ്റ് ആയിട്ട് പ്രഖ്യാപിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരാളുടെ പേര് പഠിച്ചു വെക്കുക. അതാണ് ചേലക്കോടൻ ഐഷുമ്മ. കേട്ടിട്ടുണ്ടോ ഈ പേര്? ചേലക്കോടൻ ഐഷുമ്മ. അതായത് ഈ ഒരു ഡേറ്റില് ഏപ്രിൽ 18, 1991 ഈ ഡിക്ലറേഷൻ നടത്തിയ ആളുടെ പേരാണ് ചേലക്കോടൻ ഐഷുമ്മ. നമ്മുടെ കേരള സാക്ഷരതാ മിഷന്റെ ബ്രാൻഡ് അംബാസിഡറും. ഈ വ്യക്തിക്ക് 2013 ഇവർ മരിക്കുന്നത്. 2013 ഏപ്രിൽ 4 മരിക്കുന്നത്. അപ്പൊ അതുവരെ ഇവരായിരുന്നു നമ്മളുടെ കേരള സാക്ഷരതാ മിഷന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിരുന്നത്. ഇവർക്ക് സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയിട്ടൊന്നുമില്ല. സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കാതെ ഇവര് സാക്ഷരതാ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് ഈ 1991
കേരളത്തെ മുഴുവൻ സാക്ഷരത പഠിപ്പിക്കണം, അല്ലെങ്കിൽ എല്ലാവർക്കും സ്വന്തം പേര് എഴുതാനും വായിക്കാനും അറിയണം. അതാണ് സാക്ഷരത കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ആ സാക്ഷരതാ മിഷൻ എന്ന് പറയുന്ന ഒരു മിഷൻ കേരളത്തിൽ നടപ്പിലാക്കി. അതിന്റെ ഭാഗമായിട്ട് എഴുത്തും വായനയും പഠിച്ച ഏറ്റവും പ്രായമുള്ള ഒരു സ്ത്രീ കൂടിയായിരുന്നു ചേലക്കോടൻ ആയിഷുമ്മ. അവർ മരിക്കുന്നത് 2013 ഏപ്രിൽ 4-നാണ്. അവരായിരുന്നു നമ്മുടെ സാക്ഷരതാ മിഷന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് പ്രഖ്യാപിക്കുന്നത്. ഓക്കെ, ഇതിന്റെ കൂട്ടത്തിൽ പഠിച്ചു വെക്കുക. 1990 1990 എറണാകുളം ഡിസ്ട്രിക്റ്റ് ആണ് കേരളത്തിലെ ആദ്യത്തെ, അല്ലെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ ഫുള്ളി ലിറ്ററേറ്റ് ഡിസ്ട്രിക്റ്റ് ആയിട്ട് 1990 പ്രഖ്യാപിക്കുന്നത് എറണാകുളം ഡിസ്ട്രിക്റ്റ് ആണ്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ചോദിക്കാൻ ഒരു കറണ്ട് അഫയർ റിലേറ്റഡ് സാധനമുണ്ട്. ഇന്ത്യയിലെ ഒരു ഡിസ്ട്രിക്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ലിറ്ററസി ആയിട്ട് പ്രഖ്യാപിച്ചു. അത് ഏത് ജില്ലയാ? ഇതൊരു കറണ്ട് അഫയർ ആണ്. ഏത് ജില്ല അത്? അതെ, കൊല്ലമാണ് കേട്ടോ. കൊല്ലം നോട്ട് ചെയ്തേക്കണേ, അറിയാത്തവർ നോട്ട് ചെയ്തേക്കണേ. കൊല്ലമാണ് ഇന്ത്യയിലെ ഒരു ഡിസ്ട്രിക്ട്. ആ ഡിസ്ട്രിക്റ്റിൽ എല്ലാവർക്കും കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റി ബേസിക്സ് അറിയാം എന്ന അർത്ഥത്തിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ലിറ്ററസി ആയിട്ട് പ്രഖ്യാപിച്ച ഇന്ത്യയിൽ ഒരു ജില്ലയുണ്ട്. ആ ജില്ലയുടെ പേരാണ് കൊല്ലം. ഓക്കെ ആണല്ലോ? അപ്പൊ കുറച്ച് കണക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അത്ര ഡീറ്റെയിൽ ആയിട്ട് നോക്കണ്ട. അങ്ങനെ കണക്കൊന്നും പി എസ് സി അങ്ങനെ ചോദിക്കാറില്ല. ഈ എത്ര പെർസെന്റേജ് ലിറ്ററസി ഉണ്ട് എന്ന് ചോദിക്കാറില്ല. ഇനി 2024 എറണാകുളം ജില്ലയെ തന്നെ എന്തായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്? ഫുള്ളി ഡിജിറ്റൽ ലിറ്ററേറ്റ് ഡിസ്ട്രിക്ട് ഇൻ കേരള ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഓക്കെ, ഫുള്ളി ഡിജിറ്റൽ ലിറ്ററേറ്റ് ഡിസ്ട്രിക്ട് ഇൻ കേരള അത് എറണാകുളമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഫുള്ളി കോൺസ്റ്റിറ്റ്യൂഷണൽ ലിറ്ററസി ഉള്ള ഡിസ്ട്രിക്റ്റ് ആയിട്ട് കൊല്ലം ജില്ലയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ കറണ്ട് അഫയർ റിലേറ്റഡ് പഠിച്ചു നോക്കുക. പിന്നെ ചേലക്കോടൻ ആയിഷുമ്മയെ കേട്ട് കഴിഞ്ഞാൽ അത് സാക്ഷരതാ മിഷനുമായി ബന്ധപ്പെട്ടിട്ട് 1991 കേരളം ഫുള്ളി ലിറ്ററേറ്റ് ആയ സമയത്ത് അത് പ്രഖ്യാപിച്ച ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്നേരം 4 ഓപ്ഷൻ കാണും. ഒന്ന് കേരള CM എന്നോ, അല്ലെങ്കിൽ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ എന്നോ, ഇനി പറയുന്ന ചേലക്കോടൻ ആയിഷുമ്മയുടെ പേരും കാണും. അതിന് ചേലക്കോടൻ ആയിഷുമ്മയാണ് പ്രഖ്യാപിച്ചത് എന്നൊരു ചിന്തയിലേക്ക് എത്താൻ പറ്റണം. ഓക്കെ ആണല്ലോ? ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ?